രാജാ സാറിനെ കാണാൻ പോയൊരു കഥയുണ്ട് എൻ്റെ ചേട്ടൻ. ചെറുതായിട്ട് പറയാം. കൊച്ചിൻ അനീഫ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് പാടണമെന്നുണ്ടെങ്കിൽ രാജാ സാർ, അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ്. രാജാ സാറിനെ കാണണമെങ്കിൽ കൃത്യം 5:30 മണിക്ക് പ്രസാദ് സ്റ്റുഡിയോയുടെ അദ്ദേഹം പോകുന്നൊരു വഴിയുണ്ട്. ആ സ്റ്റുഡിയോയുടെ അദ്ദേഹത്തിൻ്റെ റൂമിലോട്ട് കയറുന്നൊരു വഴിയുണ്ട്. അവിടെ പോയി നിൽക്കണം. നിന്ന് കഴിഞ്ഞാൽ രാജാ സാർ വരുമ്പം പറയണം കാര്യം, എനിക്കൊരു പാട്ട് പാടണം. അങ്ങനെ ഞാൻ 4:30 മണിയാകുമ്പോൾ എണ്ണീറ്റ് കുളിച്ച് എല്ലാം റെഡിയായിട്ട് 5:30 മണി അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചോദിക്കും, എന്നാ ഞാൻ രാജാ സാറെ പാക്കരുത്. അങ്ങ് പോയി നെന്തിനൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കും. രാജാ സാർ വരും. ഈ സെക്യൂരിറ്റി ചോദിച്ച പോലെ എൻ്റെ അടുത്ത്, എന്നാ നീ വേറെ ടോണിലാണ് സാർ, എനിക്കൊരു പാട്ട് പാടിയാൽ കൊള്ളാം. ആ പാപ്പോ പുള്ളി അകത്ത് പോയി. 3 മാസം യാതൊരു നിവൃത്തിയില്ലെന്ന് ഒരു ഇതും പുതിയ ഇൻഫർമേഷൻ ഒന്നുമില്ല. അവസാനം നമ്മുടെ ഗാന്ധിമതി ബാലൻ ചേട്ടന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര ആഗ്രഹമാണെങ്കിൽ ഞാൻ പപ്പേട്ടൻ്റെ അടുത്തൊന്ന് പറയാം. അപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് കീർത്തനങ്ങൾ പഠിച്ചു. കുറേ ഞാൻ എന്താണ് പല പാട്ടുകളും പഠിച്ചിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ രാജാ സാർ ഒരു മൂലയ്ക്ക് ദൂരെ ആണ് അദ്ദേഹം ഇരിക്കുന്നത്, ഒരു വലിയ ആളാണ്. അദ്ദേഹത്തിനെ കണ്ടപ്പോഴേ പകുതി പോയി. ഹാർമോണിയത്തിൽ വെച്ച് പാട്, എവിടെ വരാനാ ഈ സാ എന്നുള്ളത്. രാജാ സാറിന് മനസ്സിലായി ഈ കിണ്ടൽ പണ്ണുക എന്നൊക്കെ പറഞ്ഞ പോലെ ഇതല്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മറ്റേ പപ്പേട്ടന്റെ 3-ാം പക്കം എന്ന താമരക്കിളി. അപ്പൊ ഈ ഗാനമേളയ്ക്ക് ഈ ട്രാക്ക് ഇട്ട് പാടുമ്പോൾ ഉണ്ടാകുന്നതും പിന്നെ ഗാനമേളയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ചേട്ടാ. അതായത് ഞാൻ ഈ ട്രൂപ്പിൽ കയറി തുടങ്ങുന്ന സമയത്ത് അവരെനിക്ക് ആക്ച്വലി ഈ പറഞ്ഞ മേ ബി മലയാളം ചൊവ്വ കലർന്ന് തമിഴ് പാട്ട് പാടുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവര് എനിക്ക് ആദ്യം തന്നിരുന്നത് ഒരു 3-4 സോങ്സ് ആണ് ചേട്ടാ. ഫോർ എക്സാമ്പിൾ അമ്മായിൻ്റെ കല്യാണമാല ആ സോങ്, കല്യാണമാല കൊണ്ടാടും പെണ്ണ്, അതാണ് പാട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കാലക്കാട്ടി ഇങ്ങനെ ഇരിക്കുന്നത് സുഖമായിട്ട്. അപ്പോൾ ഒരു മലയാളി ഒരു ചേട്ടനുണ്ട്, ജോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേട്ടൻ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, ആ പുള്ളി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എന്താ ഈ മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്കറിയാം ആക്ച്വലി 2 ലൈൻ കഴിഞ്ഞാൽ തബല കയറും. എന്താ തബലിസ്റ്റ് ഇല്ല, ചായ കുടിക്കാൻ പോയി. അപ്പോൾ ട്രാക്കാണ് ഓടണേ. അപ്പൊ ആരെങ്കിലും അത് കവർ ചെയ്യണം. എനിക്ക് ഈ പാട്ടിന്റെ അറ്റവും പോലും അറിയാത്തത്, എനിക്കറിയില്ല ഇതെന്താ ചെയ്യണേന്ന്. പിന്നെയാണ് മനസ്സിലാകുന്നത്, തബലയിൽ പോയി ഇരിക്കണം അതാണ്. ശരി, ഞാൻ പോയി തബലയിൽ പോയി ഇരുന്ന് അവിടുത്തെ പൗഡറൊക്കെ കയ്യിലും മുഖത്തൊക്കെ പുരട്ടിയാണ്ട് ഇരുന്ന് ആദ്യമായിട്ട് അങ്ങോട്ട് കാച്ചി ശ്രീയേട്ടാ തബല. ഒയ്യോ, വല്ലാത്തൊരു പെർഫോമൻസ് അവിടുത്തെ തബലയിൽ. അങ്ങനെ ഒരു സംഭവം ട്രാക്ക് ഇട്ട് പാടിയപ്പം എനിക്ക് ഫീൽ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മ്യൂസിക് ഡയറക്ടറുണ്ട് ഭരദ്വാജ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പാട്ട് പാടിയല്ലോ. അതെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പം നേരത്തെ ചേട്ടാ പറഞ്ഞതുപോലെ പോണ്ടിച്ചേരി അവിടെ പോയി ഈ ട്രൂപ്പിൽ കയറി നിന്ന് എനിക്ക് കുറേ എക്സ്പോഷർ കിട്ടിയെന്ന് പറയുന്നതിൻ്റെ അവിടെ നിന്നാണ്. ഒരു ദിവസം ഇവർ വിളിക്കുന്നുണ്ട്, അരവിന്ദ് ഇന്ന ഡേറ്റിൽ ഇങ്ങനെ ഒരു പാട്ട് പാടണം, പാട്ട് ഒന്ന് കൊടുക്കണേ, പുത്തം പുതു റോജാവേ എന്നൊരു പാട്ടുണ്ട്, അത് പാടണം, ഇവിടെ ഒരു പ്രോഗ്രാമിനാണ്, ഗസ്റ്റ് വരാൻ. ഓക്കെ ശരി, ഓക്കെ. അത് പഠിച്ചു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു ഹോട്ടലിലാണ്, റിസപ്ഷനാണ്. അവിടെ പോയി അപ്പോൾ എന്നോട് പാടാൻ പറഞ്ഞു. ഞാനത് പാടിയതിന് ശേഷം ദാറ്റ്സ് ഇറ്റ്. ആ പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ വന്നു. ഞാൻ ഇടയ്ക്ക് ഇവരുടെ ഓഫീസിൽ പോയി ഇങ്ങനെ വെറുതെ ഇരിക്കും, ക്രിക്കറ്റൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. സാറ് അവിടെ ഒരു സ്കൂള് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷനിൽ ഹീ സെഡ് ലൈക്ക് ഈ അടുത്ത ഒരു പ്രോഗ്രാമിന് ഞാൻ അറ്റൻഡ് ചെയ്തു, അവിടെ എൻ്റെ ഒരു പാട്ട് ഒരാൾ പ്രസൻറ്റ് ചെയ്തു. അത് കേട്ടിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഡെഡിക്കേഷനും ആ ഒരു സത്യസന്ധതയോടുകൂടി പാടുന്ന ആ ഒരു ഫീൽ, അതെല്ലാം നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു കമന്റ് അവിടെ കൊടുത്തു. അതിൽ പരം വല്ലതും നമുക്ക് ആ സമയത്ത് കിട്ടാനുള്ളത് ചേട്ടാ. മനോജേ, ഇത്രയും കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മനോജിന്റെ ശബ്ദത്തിൽ രാജാ സാറിന്റെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, വേണം 4 വരി ഉറപ്പായിട്ടും വേണം മനോജേട്ടാ. സുന്ദരി കണ്ണാൽ ഒരു സേതി சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜன்மமே கொண்டேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி
കണ്ണാൽ ഒരു സേതി സൊല്ലടി ഇന്നാൾ നല്ല തേതി. സ്നേഹമുള്ളൊരു കുട്ടിയെ കാറിൽ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ക്ലാസിക്കൽ പഠിക്കുന്നത്. ആണോ? അതങ്ങനെ ഒരു കഥയുണ്ട്. എനിക്കറിഞ്ഞൂടാ, ഈ കാറിൽ പോകുമ്പോഴാണ് ഈ ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അതൊരു പെൺകുട്ടി അടുത്തിരിപ്പുണ്ട്. പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ദിവസവും പ്രാക്ടീസ് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കാറില്ല, ടു ബി ഓണസ്റ്റ്, റിയാലിറ്റിയിൽ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബൈക്കിലൊക്കെ പോകുമ്പം ചേട്ടാ ഞാൻ ഉറക്കെ പാടും. എന്താ പാടുന്നതെന്നല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു, അതായത് ഇപ്പം ഇങ്ങനെ വെറുതെ പാടും. ഏത് രാഗമെന്നോ എന്താണെന്നുള്ളത് ഞാൻ നോക്കാറില്ല. പക്ഷെ ഞാൻ മനസ്സിൽ ഞാൻ എന്താ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ വോക്കൽ കൊണ്ടൊരു എക്സസൈസ് അല്ലേ, ആരും കേൾക്കാനില്ലല്ലോ, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, പാട്ട് പാടി ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പൊ ഹൈ റേഞ്ച് പിടിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. ട്രെയിനിൽ പോകുമ്പോഴും പാടാൻ ഈസി. ഞാനൊക്കെ പണ്ട് പാടുമായിരുന്നു. ട്രെയിനിന്റെ ആ പിടി വാതിലിനോട് പോയി ഇന്നാലേ അതിനിടയ്ക്ക് നമുക്ക് എന്ത് കറക്റ്റ് ആണ് മനോജ്. ഞാൻ സ്ഥിരം എന്തായാലും ഇത് നമ്മുടെ പാട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ടിപ്പാണിത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് തുറന്നു പാടാൻ പറ്റും. അതെ അതെ അതെ. കാറിന്റെ ഒരു സെക്കൻഡ് ഹൗസ് ആണ്. അതിന്റെ അകത്ത് ഇപ്പോഴും തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരു മെലോഡിക്ക ഉണ്ടാവും, പിന്നെ അല്ലാതെ എല്ലാം ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഒരു വീട്ടിൽ വേണ്ട സാധനങ്ങൾ അത് സൈഡാക്കും, എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് സത്യമാണ്.